ആദ്യം തന്നെ ഞാൻ ഇവിടുത്തെ റൂം കാണിച്ചതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു റൂമായിരിക്കും ഞാൻ വരിക എന്നുള്ളത്. കാരണം എനിക്ക് കുറച്ചൊക്കെ ഡെക്കറേഷൻ കാര്യങ്ങളുള്ള റൂം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനെ ഖത്തറിലൊക്കെ നിൽക്കുമ്പം അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ബട്ട് നല്ല അടിപൊളി റൂമായി കാണിച്ചത്. ഇത് കണ്ടില്ലേ, ഇത് മൊത്തം അച്ചാറ്, പലഹാരങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ നാട്ടിൽ കുറേ ആൾക്കാർ കസിൻസൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കാണുമല്ലോ ലഗേജൊക്കെ കൊണ്ടുവന്നാൽ. പക്ഷെ സ്വന്തം കൊണ്ടുപോയപ്പോഴാണ് അതിൻ്റെയൊക്കെ ഓരോ കഷ്ടപ്പാടും ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലം. കാരണം അച്ചാറുണ്ട്, പിന്നെ അപ്പം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇറ്റ്സ് ആൻ ഇമോഷൻ. വേറൊരു കാര്യം, ഞാൻ ഇന്ന് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ ചൂടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത്ര ചൂടൊന്നും ഉണ്ടാവില്ല. എയർപോർട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പുറത്തങ്ങ് നിന്നപ്പാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ഒരു ചൂട്. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് പുറത്ത് നിൽക്കാനാണ്. പറയണ്ടോ ജിത്തുനതേ പറയണ്ടോ? അയ്യോ 2 ദിവസം കഴിഞ്ഞിട്ട് ഇതെന്നെ നീ പറയുന്നുണ്ടോ? ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാല് എല്ലാ വീടും കണ്ട ഒരേപോലെ ഒരേ കളർ. അതൊക്കെ ഗോവയിൽ മഞ്ഞയും പച്ചയും നീല് കണ്ടോ. വെഡിങ് ആനിവേഴ്സറിന്റെ ഭാഗമായിട്ട് ഞാനിതാ ബലൂൺ മൊത്തമായിട്ട് നിറച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം ഇവിടുത്തെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലം. ബാക്കി ഇത് ഇവിടെ ഉണ്ട്. ഇവിടെയാണ് തൂക്കാൻ ഉദ്ദേശിച്ചതെല്ലാം. പക്ഷേ അങ്ങനെ ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ബാക്കിലൊക്കെ തട്ടിക്കൂട്ട് ഒരുക്കുണ്ട്. ഇവിടെ ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞങ്ങൾക്ക് അല്ലേ. എല്ലാം ജിത്തുവിന്റെ ഭാഗ്യ. പക്ഷെ ജിത്തുവിന് ഒരു വർഷം ഒരുമിച്ച് നിന്നില്ലല്ലോ, അതിന്റെ ഒരു ആശ്വാസമില്ലേ? പിന്നെ എങ്ങനെയുണ്ട് ഈ 1 year ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോ? എന്താ എന്നെ പറ്റി പറയാറുള്ളേ? എന്റെ അച്ഛൻ കരഞ്ഞേ ഇങ്ങോട്ടേക്ക് വരുമ്പോ. അന്നേരം ഇവൻ പറയാ അച്ഛൻ എന്നെ പറ്റി ഓർത്തല്ല കാരണം ഇവനെ പറ്റി ഓർത്ത, ഇനി അങ്ങോട്ടേക്കുള്ള നാളുകളെ കുറിച്ച് ഓർത്ത്. സത്യം എത്ര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്താ ഷൈനോട് ഒരു ഇൻട്രസ്റ്റ് വേണം അല്ലേ?
നമ്മുടെ കെട്ടിയൊന്നും ഭാഗത്തേക്ക് വരല്ലേ ഉണ്ടാക്കാനൊന്നും നോക്കി. പിന്നെ കെട്ടിട്ട് ഉണ്ടാക്കാൻ കൂടുതലാണ്. ജസ്റ്റ് മൂടിയിടുക, ഒരു 10-15 വിസിലടിപ്പിക്കുക. ബാക്കി നമുക്ക് മസാല ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോരോ പണിയായിട്ട് ഇങ്ങനെ വീതിച്ചു കൊടുത്താണ്. ക്ലീനിങ്ങിന്റെ കാര്യത്തില് കണ്ടോ ഫ്ലോറിന്റെ ആ ഒരു നീറ്റ്നെസ്. ഇതാണ് നീതേച്ചി കാണണ്ട. നീതേച്ചിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും എടുത്തെടുത്തിട്ടുണ്ടാവില്ല. മോള് കണ്ടാ പിന്നെ എന്നാ തീർക്കും. ഞാൻ ഒരിച്ചാലൊന്നും അത്ര വൃത്തിയാവില്ല. പക്ഷെ നല്ല ഫോഴ്സിൽ ഉരക്കണ്ടേ, അതുകൊണ്ടായിരിക്കൂലേ. അത് കറക്റ്റാ. അങ്ങനെയൊക്കെ കുക്കിംഗ് ചെയ്താണ്ടല്ലോ എല്ലാ പണിയും അല്ലേ പെട്ടെന്ന് തീരും ഓനോട് അടി ഉണ്ടാക്കുന്ന സമയത്ത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെയോ നല്ലൊരു ഏട്ടനെയും കിട്ടിയ ഞാൻ എന്ത് ഭാഗ്യവതിയൊന്നും ഞാൻ ആലോചിക്കും. സത്യാട്ടോ. കാരണം ഉണ്ടല്ലോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇപ്പൊ ജിത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാല് ഓർക്കൊക്കെ ഇങ്ങനെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവൂലേ ഓരോ ചെക്കന്മാരൊന്നും അങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കായിട്ട്. ഞങ്ങള് പാരമ്പര്യമായിട്ട് അങ്ങനെ ഞങ്ങൾ അച്ഛനും അങ്ങനെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന അത് കറക്റ്റാ. കാരണം എന്താ അറിയോ, എന്റെ വീട്ടില് എന്റെ അമ്മേനെ അച്ഛൻ ഇങ്ങനെ അടുക്കളയിൽ സഹായിക്കല്ല, പുറത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പശു ഉള്ളതുകൊണ്ട് പശുവിന്റെ കാര്യവും അങ്ങനെയൊക്കെ നല്ലോണം സഹായിക്കണ്ടേ. പക്ഷെ എന്താ വെച്ചാല് അപ്പൊ ഞാൻ നിങ്ങളെ വീട്ടിലെത്തി കഴിഞ്ഞ ശേഷാണ് അത്രയും ക്ലീനിങ്ങിന്റെ മെന്റാലിറ്റി കണ്ടത്. നല്ല ഇത്രയും അടിപൊളിയാക്കി കഴുകി തന്നെ. ഇനി അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഇന നല്ല ഇതാണ് എന്റെ ഡ്യൂട്ടി. ഞാൻ പകുതിക്ക് വെച്ച് പോയതാ. നാട്ടിലെ സൺഡേ പോലെ തന്നെയാണ് ഇവിടുത്തെ ഫ്രൈഡേ. സെൽഫ് കുക്കിംഗ്. വൈകുന്നേരം ജിത്തു നല്ല ഇങ്ങനെ ക്ഷീണിച്ച് വന്നിട്ട് ജിത്തു പറയൂ ഓൻ തന്നെ ഉണ്ടാക്ക ഫുഡ്. ഓനും കൂടെ കൂടാന്ന്. ഇപ്പൊ എനിക്ക് എന്തോ പോലെയാ. ഞാൻ അവനോട് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഓൻ കൂടുതലുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൻ വരുന്നതിന് മുന്നേ ഫുഡൊക്കെ ഉണ്ടാക്കണം, ഓൻ ക്ഷീണിച്ചതല്ലേ. കാലം പിന്നെ അതില്ല. പക്ഷെ ഓൻ വരുമ്പത്തേക്ക് ഫുഡ് ഉണ്ടാക്കിയാ പിന്നെ അങ്ങക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാലോ നോക്കാം. അഞ്ചേ മുക്കാൽ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒത്തുണ്ട്. ഈ വെളുത്തുള്ളി പിന്നെ അരിയാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? എളുപ്പവഴിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നാട്ടിലത്തതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ട്. കാരണം ഇവിടുത്തെ നല്ല വലിയ അല്ലിയായും കൊണ്ട് പൊളിക്കാനും തൊക്കാക്കാൻ സുഖം. നാട്ടിലത്തെ ഭയങ്കര കഷ്ടപ്പാട്. വേറൊരു കാര്യം, ഈ പ്രവാസി അല്ലെ ഓരോ കല്യാണം അയച്ചിട്ടുണ്ടെങ്കിൽ ഓൾക്ക് ഒരുവിധം എല്ലാ പണിയും അറിയിക്കൂലേ. മടി ഉണ്ടാവൂല അവർക്ക് പണിയെടുക്കാന്. പിന്നെ ഏറ്റവും വലിയൊരു സാധനം ക്ഷമ ഉണ്ടാവും. നീ ഓഫീസിലൊക്കെ പോയി പണിയൊക്കെ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്ഷമേന്റെ നെല്ലിപ്പല കാരണം ഒന്നാമത്തെ ഒന്നും പറയാൻ പറ്റൂല, ചീറ്റിയും പറയാൻ പറ്റൂല. ഈ മൈബോസില് ദിലീപില്ല അതൊന്നും കേറി കഴിഞ്ഞാൽ നമ്മളെ ഫ്രസ്ട്രേഷൻ ഒക്കെ മനസ്സിലാവുള്ളൂ അല്ലേ.
നമ്മളൊക്കെ പറയും നാട്ടിലായിരുന്നെങ്കിൽ. പക്ഷെ നാട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? അതിപ്പോ എല്ലാ സെക്ടറിലും അങ്ങനെ ഉണ്ടാവൂലേ? ഇപ്പൊ ഗവൺമെന്റ് ആയിക്കോട്ടെ. ഇവിടെ നമ്മള് കുറച്ചും കൂടി പണി പോവോന്നുള്ള പേടിയാ. പേടി. നിങ്ങൾക്ക് അത്ര ടെൻഷൻ ഉണ്ട്? ജിത്തുനൊക്കെ ഭയങ്കര ടെൻഷനാ. ടെൻഷൻ എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായ സുഖങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഇതൊക്കെ എന്റെ അലങ്കാര പണികളാണ്, മീശോയുടെ സ്വന്തം. അലങ്കോലാക്കി. ഒരുത്തൻ ബാത്റൂം കയറിയിട്ട് കൊറേ നേരമായി. എനിക്ക് പണ്ട് ബാത്റൂം കഴുകലൊന്നല്ല ഞാൻ പണി. ബാത്റൂം കഴുകലായിരുന്നോ പണി മുന്നേ? അത് ശരിയാട്ടോ. ഒരു ഫാമിലി പരമായിട്ട് ഭയങ്കര ക്ലീനിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതേ ഉള്ളു. ഭയങ്കര വൃത്തിക്കാരനാ. അതുകൊണ്ട് തന്നെ എന്റെ ഭാഗ്യം എല്ലാം അങ്ങ് വൃത്തിയായിക്കോളും. ഉപ്പേരിയും ചോറാണ് എന്റെ കൂട്ടി. ഇത് വെന്തുണ്ടോ ഇല്ല എന്നുള്ളത് കുരുമുളക് ഇട്ടോ? കുരുമുളക് ഇട്ടിട്ടുള്ളൂ. ഇതിനകത്തില്ല. അതിന്റെ അടിയിലുണ്ടോ നോക്കി. ഇല്ല അല്ല, ഇതിന്റെ അകത്തേക്കും അത് വെന്തുണ്ട്. ഇനിയിപ്പോ മസാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇടണ്ടേ? നെയ്നും ഇത് കാണുന്നുണ്ടേല് നെയ്നും ഇത് വിചാരിച്ചതാ. ഏട്ട എനിക്ക് വേണ്ടിട്ട് ബീഫ് ഉണ്ടായി തരാണ്. കണ്ടോ നെയ്ന? അച്ഛൻ ഇതാ കണ്ടോ എന്തൊക്കെയാ ചെയ്തിരുന്നുണ്ടോ? ഓളെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങള് എനിക്കെന്താ ഉണ്ടായി തരുമോ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞ എന്റെ അച്ഛന് നീ സമാധാനം കൊടുക്കണം, ജോലി കഴിഞ്ഞ് ടെൻഷൻ അടിച്ച് വരുന്ന അച്ഛനാണ് എന്നൊക്കെ. ഓള് കൊടുക്കാത്ത സാധനമാണ് ഓൾ എന്നോട് കൊടുക്കാൻ പറയുന്നത്. കുടുംബം കലങ്ങാനുള്ള എല്ലാ ഇതും ഉണ്ട്. ജിത്തുവിന് നല്ല ലൈറ്റ് വേണം, വാം ലൈറ്റ് അല്ലേ? ബെഡ്ഷീറ്റ് നല്ല രസമുണ്ടല്ലേ? എനിക്ക് മറ്റേത് ഇഷ്ടമായി. മറ്റേത് നല്ല ഭംഗിയില്ലയോ ആ ഒരു ഇലേന്റെ? നീ കടന്നതിന് ശേഷോ? ചിത്തു ഞാൻ ഇവിടെ വലിയ പണിയില്ല. മോണിറ്ററിങ് ഗൈഡൻസ് എന്ന് പറഞ്ഞ അല്ലേ? ഇവിടെ ഞാൻ ചെയ്യുന്ന മാനേജിങ് ജോലിയാ. നിങ്ങൾ എങ്ങനെ കുക്കിംഗ് പഠിച്ചേ? ആരതാ കാണല്? ചേട്ടന്മാര് യൂട്യൂബ് ഇല്ലേ? ഓന്റെ ഇതൊക്കെ ഞാൻ എല്ലാ യൂട്യൂബിലും കാണാറുണ്ട്. പിന്നെ എന്നിട്ട് തന്നെ നമ്മളെ ഒരു റെസിപ്പിയിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യലാണ് എല്ലാം കണ്ടിട്ട്. ഒന്ന് തിളച്ച് വന്നിട്ട് തേങ്ങ ഇതിന്റെ മസാല ഒക്കെ പിടിച്ച് ഇതിന്റെ മുന്നിലൊന്നും എടുത്തില്ല. കാണാൻ രസമുണ്ട്, കഴിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ടൻ മുന്നേ ഉണ്ടാക്കിയ മട്ടൻ കറി ഭയങ്കര ടേസ്റ്റി. നമുക്ക് നന്നായി വറ്റിച്ചെടുക്കണം. ഇതൊക്കെ ഏച്ചിക്ക് ഉണ്ടായി കൊടുക്കേണ്ടതായിരുന്നു. ഓക്കെ, ഞാൻ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ. ഞാൻ നാട്ടിൽ പോയാൽ ഫുഡ് ഉണ്ടാക്കും, പക്ഷെ അതെന്റെ അമ്മ സമ്മതിക്കൂലെന്നേ ഉള്ളൂ.
അതിനൊക്കെ അവരുടേതായ ഒരു കുറച്ച് മസാലപ്പൊടിയും അതിൻ്റെ ഒരു പ്രോസസ്സും. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കാൻ തുടങ്ങിയ ഞാൻ നാട്ടിൽ നിന്നൊന്നും ഉണ്ടാക്കലൊന്നുമില്ല. ഇവിടെ വന്നിട്ട് നിവർത്തികേടുകൊണ്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല. നമ്മൾ ആയതുമ്പോൾ വേറൊന്നും ഫുഡ് പുറത്തുനിന്ന് പോയി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ പറയും. ആദ്യം ഞാനൊക്കെ പാത്രം കഴുകി ഫുഡ് കഴിക്കാൻ നേരത്തെ അങ്ങോട്ട് ചെല്ലലായിരുന്നു. പിന്നെ തന്നെ അച്ഛൻ്റെ മുഖത്തോക്കി പറഞ്ഞു, നീ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലേ നിനക്ക് കൊണ്ട് തിന്നാൻ കിട്ടുള്ളൂ, അല്ലാണ്ടെങ്കിൽ നോക്കി നിന്ന് കഴിഞ്ഞാല് ഒരു സാധനം തരില്ല. എന്നിട്ട് അച്ഛൻ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ ഉണ്ടാക്കണം എന്നല്ല. അങ്ങനെ പിന്നെ ചെറിയ ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വേറെ റൂമിൽ പോയി. അവിടുന്ന് പുള്ളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ ഞാനായിരുന്നു കയ്യാള്. പുള്ളി മറ്റേ മസാല ഇടുന്ന ഇങ്ങനെ വന്നിട്ട് മസാല ഇട്ടു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. അത്യാവശ്യം പിന്നെ എല്ലാത്തിനോടും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടാക്കിയാലും അതൊരു പ്രത്യേകത. ഇതിപ്പോ വെന്തില്ലേ? ഇത് വെന്തുണ്ട്. ഒന്ന് വറ്റിച്ചിട്ട് നമുക്ക് ഗ്രേവിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് മീനിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കി ജിത്തുനെ പഠിപ്പിക്കണം. ഓന് പച്ചക്കറി ഒന്ന് നന്നായിട്ടുണ്ടാവും. ജിത്തു ഉപ്പേരി ഉണ്ടാക്കിക്കോ. അത് നോക്കി ഉപ്പും പുളിയും മസാല നീ അഭിപ്രായം പറഞ്ഞിട്ട് തന്നെങ്കിൽ മോശമില്ലേ? ഏട്ടന്റെ ബീഫ് എങ്ങനെ ഉണ്ട് ജിത്തോ? സ്വന്തം നീ എന്നാ ഉണ്ടാക്കുന്നേ? ശരിയാവും, എല്ലാം ഉണ്ടാക്കുവാൻ. ഞാന് കിച്ചണിലും കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ പിന്നെ ഞാൻ തന്നെ വെക്കേണ്ടി വരും. എന്നിട്ട് ഉണ്ടാക്കിക്കോട്ടെ. നമ്മള് പുറത്തൊന്നും കഴിക്കേണ്ടിരുന്നാണോ ഉദ്ദേശിച്ചത്? ഇതാണ് ഇവിടുത്തെ മെട്രോ. മെട്രോ കയറിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുത്തെ മെട്രോ ഭയങ്കര സെറ്റപ്പാട്ടോ. Train approaching is for Lucille QM. അച്ഛനെ
നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ക്രിസ്റ്റൽ വോക്ക് കാണിച്ചു തരാം വിത്ത് ജിത്തുക്കുട്ട. സത്യം പറഞ്ഞാൽ വേറെ ഏതോ സ്ഥലത്ത് വന്നൊരു ഫീല്. ക്രിസ്റ്റൽ വോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ. മുകളിൽ ഭയങ്കര റൂഫൊക്കെ ഇങ്ങനെ ഗ്ലാസ്ഡ് ആയിട്ടുള്ള റൂഫാണ്. ഈ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ എയർ കണ്ടീഷനിങ് ആണ്. ഇവിടെ അടുത്തൊക്കെ ഒരുപാട് ഷോപ്പുണ്ട്, കഫേസ്. ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. കുറച്ച് VIP ടീമിൻ്റെ ഒക്കെ ബിൽഡിങ്സാണ്. ഇതൊക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാ. ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് വേറെ ഏതോ സ്ഥലത്ത് വന്ന പോലെ ഉണ്ട് അല്ലേ? നിനക്ക് പിന്നെ ശീലാണല്ലോ. സംതിങ് ഡിഫറെന്റ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വേറെ ഏതോ വലിയൊരു സ്ഥലത്ത് ഇത്രയും ദിവസം ഫുൾ ഒരേ കളറുള്ള കുറേ ബിൽഡിങ്ങും ഇതൊക്കെയായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഖത്തറിൽ ഇതന്നെ ഉള്ളൂ വിചാരിച്ചു ഞാൻ. പക്ഷെ ഇപ്പം കുറച്ച് നല്ലതല്ല, കുറച്ച് ഹൈ ക്ലാസ് ആൾക്കാരൊക്കെ ഉള്ള കുറച്ച് സ്ഥലത്തെത്തി. ഈ ക്രിസ്റ്റൽ വോക്ക് ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് മെട്രോന്ന് വന്നതാ. എത്ര ദൂരമുണ്ട് ജിത്തു? നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് എത്ര ദൂരമുണ്ട്? ഇത് 30 കിലോമീറ്റർ ഉണ്ട്. മെട്രോയിൽ വന്നതാ കുറച്ചും കൂടെ എളുപ്പമായത്. കാറിൽ ഭയങ്കര ലോങ് ഡ്രൈവ് ആയിരിക്കും. ശരിക്കും നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ ആരെങ്കിലും ഒരാളോടെ ഉള്ളത് നല്ലതാണ്. കാരണം അല്ലേ നമുക്ക് രണ്ടാൾക്കും ഫോട്ടോ കിട്ടൂല അല്ലേ? എൻ്റെ ഭയങ്കര പാവാണ്ട, സംസാരിക്കുന്നൊന്നുമില്ല. അത് വെച്ചിട്ട് എനിക്കൊന്ന് സംസാരിച്ചൂടെ? അങ്ങനെ ഓക്കെ. ഇന്ത്യയിൽ ഒഴിച്ച് നമ്മൾ പുറത്ത് ഏത് രാജ്യത്തിൽ വന്നാലും ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റായിട്ടുള്ള സ്ഥലമായിരിക്കും. ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഫുൾ ഭയങ്കര നീറ്റ്, എല്ലായിടത്തിലും ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ജിത്തുവിൻ്റെ ഖത്തർ ലൈഫിനെ പറ്റി ചോദിക്കാം. ജിത്തു, ഖത്തർ എങ്ങനെയുണ്ട്? ഖത്തർ അടിപൊളിയാണ്. എനിക്ക് ഖത്തർ ആണോ ഇഷ്ടം അല്ലെങ്കിൽ ഇന്ത്യ ആണോ ഇഷ്ടം? എനിക്ക് ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ, കാരണം നമ്മൾ മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ സേഫ് ആണ് ഖത്തറിലാണ്. ഇന്ത്യയിൽ അത്ര മനുഷ്യന്മാർ അത്ര സേഫ് അല്ല. ഖത്തർ ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പൊ നിനക്ക് ഖത്തറിൽ ജീവിക്കാനാണ് ഇഷ്ടം? ഖത്തറിൽ ജീവിക്കാനല്ലേ? ഖത്തറിൽ നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇന്ത്യ ഇഷ്ടം. ഇന്ത്യനെ ഇഷ്ടപ്പെടുന്നില്ല, ഖത്തർ മാത്രം.
കാണുന്നതാണ് ഇവിടുത്തെ മെട്രോ പോസ്റ്റ്. അവിടെയാണ് വെയിറ്റ് ചെയ്യുക മെട്രോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കളറുമായിട്ട് ഭയങ്കര എനിക്ക് എന്താ പറയുക കളേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിംഗ് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം കാണുന്നതൊക്കെ ഒരു ഒരു ഓഫായിട്ടുള്ള ബിൽഡിങ് മാത്രം, വേറെ ഒന്നും കാണുന്നില്ല. ഇപ്പം കുറേ ഇങ്ങനെ കളറുള്ള ബിൽഡിംഗ് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇതാണ് ഇവിടുത്തെ മെട്രോ പോസ്റ്റ്. ഇവിടെ ഭയങ്കര AC ഒക്കെ ആയിട്ട് നല്ല കൂൾ പ്ലേസ് ആണ്.